അയാൾ ജീവിതം പങ്കിടാൻ കണ്ടെത്തിയ പെൺകുട്ടി അതീവ സുന്ദരിയായ ഒരു നർത്തകിയായിരുന്നു. പണ്ടൊരു നൃത്തവേദിയിൽ വെച്ച് അവളുടെ ചടുല ചുവടുകളിൽ കുരുങ്ങിയതാണ് അയാളുടെ കണ്ണുകൾ. അന്ന് 100ഓളം ആരാധകരുടെ ഇടയിലേക്ക് അയാളും ഉന്തിത്തള്ളിക്കയറി. ആരുടെയോ കാലിനിടയിലൂടെ നൂണുയർന്ന് അയാൾ തൻ്റെ പ്രേമാഭ്യർത്ഥന അവളോട് നടത്തി. ഒരു പതിവ് ചിത്രം പോലെ അതിനോടൊന്ന് ചിരിക്കുക മാത്രമേ അവൾ ചെയ്തുള്ളൂ. സംഘാടകരോട് നർത്തകിയുടെ വിലാസവും ഇരന്നു വാങ്ങിയാണ് അയാൾ അന്ന് പോയത്. പിറ്റേന്ന് കാലത്ത് തന്നെ 2 കാളിംഗ് ബെല്ലടി കേട്ട് അവളുടെ അച്ഛൻ കതക് തുറന്നപ്പോൾ ചിരിച്ചുകൊണ്ട് മുന്നിൽ നിന്നിരുന്നത് അയാളായിരുന്നു. "ഇരിക്കൂ, പല്ല് തേച്ചിട്ട് വരാം." വിഷയം ഒരു വിവാഹാലോചനയാണെന്നറിഞ്ഞ അവളുടെ അച്ഛൻ അയാളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. ചുമരുകളിൽ മുഴുവൻ അവളുടെ നാട്യമാണ്. മൊട്ടുപോലെ വിടർന്ന കണ്ണുകൾ, മഞ്ചാടി നിറത്തിൽ മുങ്ങിയ ചുണ്ടുകൾ. ആരും മോഹിച്ചു പോകുന്ന ഒരു ശില്പം പോലെ അവൾ തന്നെ വശ്യമായി നോക്കുകയാണെന്ന് അയാൾക്ക് ആ നേരം തോന്നി. "അതേ, ഒന്നും തോന്നല്ലേ, എനിക്ക് കെട്ടാനുള്ള ചിന്തയൊന്നുമില്ല. നേരമായി, ചായ കുടിച്ചു പോകൂ കേട്ടോ." ഇന്നലെ പ്രേമാഭ്യർത്ഥനയ്ക്ക് നൽകിയ അതേ ചിരി സമ്മാനിച്ചിട്ട് അവൾ കോളേജിലേക്ക് തൻ്റെ സ്കൂട്ടറിൽ ചലിച്ചു. തലയിലെ സ്ക്രൂ ഇളകിയ പരവേശത്തോടെ അയാളും അവൾക്ക് പുറകെ ഇറങ്ങി. വേണ്ടെന്ന് പറയുമ്പോൾ വേണമെന്ന് പറഞ്ഞ് പുറകെ ഓടാനും കൂടി ഉള്ളതാണല്ലോ ഈ പ്രണയമെന്ന് പറയുന്ന ആകർഷകത. അതുകൊണ്ട് തന്നെ ഒന്നും അവിടം കൊണ്ട് തീർന്നില്ല. അയാൾ പിന്നെയും അവളെ നിരന്തരമായി പിന്തുടർന്നു. അവൾ പോകുന്ന വഴികളിലും അവൾ പങ്കെടുക്കുന്ന നൃത്തവേദികളിലും തൻ്റെ നിറസാന്നിധ്യം അയാൾ അറിയിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ടും അവൾ അയാളോടൊന്ന് ചിരിക്കുക കൂടി ചെയ്തില്ല. എന്തിനു പറയുന്നു, അന്ന് അവളുടെ സ്കൂട്ടിക്ക് കുറുകെ ചാടി അയാൾ ഒരു 80കളിലെ നായകനെപ്പോലെ അവൾക്കൊരു പനിനീർ പൂ കൊടുത്തു. അവളത് ചന്നം പിന്നമുടിച്ച് അയാളുടെ മുഖത്തേക്കെറിഞ്ഞു. അപ്പോൾ അയാളുടെ മുഖം നിരാശയുടെ മൂകമാനമായത് അവൾ കണ്ടതേയില്ല. ഒരിക്കൽ ഒരു നൃത്തവേദിയിൽ നിന്നിറങ്ങുമ്പോൾ അവൾ അയാളെ തിരഞ്ഞിരുന്നു. എന്നും താൻ കാണെ കാണികൾക്ക് മുന്നിലുണ്ടാകുന്ന അയാളുടെ അന്നത്തെ അസാന്നിധ്യം അവളെ ചെറുതായൊന്ന് നിരാശപ്പെടുത്തി. കോളേജ് പരിസരത്തും പതിവായി അയാൾ കാത്തിരിക്കുന്ന വഴികളിലും നാളുകളോളം അവൾ തിരഞ്ഞു. അയാൾ പാടെയെ അപ്രത്യക്ഷമായിരിക്കുന്നു. അയാൾ മുന്നിലേക്ക് വരാതിരുന്നപ്പോൾ മാത്രം അവളുടെ ഹൃദയം മുറിഞ്ഞു. പിന്നീട് അതിൽ നിന്ന് അവളുടെ തലയിലേക്ക് ഒഴുകിയതെല്ലാം പ്രണയത്തിൻ്റെ ചുടുചുകപ്പൻ രക്തമായിരുന്നു. അതെ, അവൾ അയാളെ തേടാൻ തുടങ്ങിയിരിക്കുന്നു. ഉള്ളറകൾ എന്തിനൊക്കെയോ വേണ്ടി തുറക്കാൻ തുടങ്ങിയിരിക്കുന്നു. വർഷം 1 കഴിഞ്ഞു. കുമിഞ്ഞുകൂടിയ അയാളുടെ ഓർമ്മകളിൽ അവൾ ചിരിക്കുകയും കരയുകയും ചെയ്തു. അവിടെ ഒരു പരവതാനി വിരിച്ച് അതിൽ ഉറങ്ങുകയും ഉണരുകയും ചെയ്തു. രൗദ്രഭാവമാടേണ്ട എത്രയോ വേദികളിൽ അവൾ അയാളെ ഓർത്ത് മതിമറന്നാടി. നഷ്ടലാസ്യങ്ങളിൽ അയാളെ അവഗണിച്ചതോർത്ത് ചമയത്തോടെ കരഞ്ഞു. കാണികൾ അത് കണ്ട് കൈയടിച്ചു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. അവൾ ലോകമറിയുന്ന നർത്തകിയായി പരിണമിച്ചു. അങ്ങനെ ഒരു നാൾ ഒരു കലാക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ വെച്ച് അവൾ അയാളെ വീണ്ടും കണ്ടുമുട്ടി. അന്ന് അയാളുടെ കയ്യിലൊരു കുഞ്ഞും തൊട്ടുരുമിയ ഒരു പെണ്ണുമുണ്ടായിരുന്നു. അത് അവളെ ഒരു തലതിരിഞ്ഞ ചോദ്യചിഹ്നമായി കുത്തനെ നിർത്തി. ചടങ്ങ് കഴിഞ്ഞ് പോകാൻ നേരം അയാൾ അവളുടെ മുന്നിലേക്ക് വന്നു. തൻ്റെ ഉള്ളിൽ പ്രണയം കോരിയിട്ട് അപ്രത്യക്ഷമായ പുരുഷൻ മുന്നിൽ തെളിഞ്ഞപ്പോൾ അവൾക്കയാളെ പുണരാനും ചുംബിക്കാനും തോന്നിയിരുന്നു. അയാളെ ഒട്ടി നിൽക്കുന്ന ആ പെണ്ണും അവളുടെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞും അദൃശ്യമായാണ് അവളെ അന്ന് തടഞ്ഞത്. "മാഡം, ഓർമ്മയുണ്ടോ?" ഉണ്ടെന്നോ ഇല്ലെന്നോ അവൾ പറഞ്ഞില്ല. കണ്ണെടുക്കാതെ കുറച്ചു നേരം അയാളെ തന്നെ നോക്കി നിന്നു. തുടർന്ന് ഒരിക്കലും പിടികിട്ടാത്ത ഒരു പുഞ്ചിരിയും സമ്മാനിച്ച് ധൃതിയിൽ ആ കലാക്ഷേത്രത്തിൽ നിന്ന് പോകുകയായിരുന്നു. തനിക്ക് ആദ്യമായി പ്രണയം തോന്നിയ നർത്തകിയുടെ അർത്ഥമറിയാത്ത പുഞ്ചിരിയിലായിരുന്നു അയാളപ്പോൾ. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയും നിങ്ങളെ പ്രേമിച്ചിരുന്നു മനുഷ്യ എന്ന് തൻ്റെ കുഞ്ഞുമായി ഒരുവൾ അത്രയും അടുത്ത് നിന്ന് പറഞ്ഞിട്ടും അയാളത് കേട്ടതേയില്ല. പിന്നീട് അവളോട്ട് പറഞ്ഞതുമില്ല. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഓൾ.